ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്. കിങ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നത്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ശരിക്കും നിങ്ങളൊരു ഒരു ലീഡർ ആണ് എന്ന് മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു ലീഡർഷിപ്പിന്റെ ഫലമായിട്ട്, ആ ഒരു ക്വാളിറ്റിയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടുന്ന ഒരു സമയമായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും അതിന്റെ ടീം ലീഡർ. അങ്ങനത്തെ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾ ഇപ്പൊ കരിയറിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്നേ ദിവസം. നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ മറ്റുള്ളവർ പറയുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പോലും ഇന്ന് നിങ്ങളെ അംഗീകരിക്കേണ്ട ഒരു സമയം വരും. അവർക്ക് നിങ്ങളെ മാറ്റി പറയാൻ അല്ലെങ്കിൽ തള്ളി പറയാൻ പറ്റാത്തൊരു സമയം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നാണ് കാണുന്നത്. ജസ്റ്റിസ് ആണ്. അപ്പൊ നീതി കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ കോർട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്ന ആൾക്കാരാണെങ്കിൽ, കോർട്ട് സംബന്ധമായിട്ടുള്ള കാര്യമുള്ള ആൾക്കാർക്ക് ഇന്ന് അവർക്കാണ് ഈ നീതി കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഡിവോഴ്സിന്റെ ഒരു കേസൊക്കെ നടക്കുന്ന ആൾക്കാര് അവർക്കൊക്കെ ചിലപ്പോൾ ഡിവോഴ്സ് കിട്ടുമോ, അല്ലെങ്കിൽ അവരെന്താണോ വേണ്ടത്, അത് നിങ്ങൾ എന്തിനാണോ ആ ഒരു കോർട്ടിൽ പോയത് അതിന്റെ ഒരു നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ഫലം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. ജസ്റ്റിസ് ആണ്. അപ്പോൾ ബാലൻസ് വരുന്നുണ്ട്. ഒരു റീബർത്ത് പോലെയാണത്. നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ടെമ്പറൻസ് ആണ്, ബാലൻസ് ആണ്. ജീവിതത്തിൽ ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു ബാലൻസ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവും. എന്തായാലും വളരെ സന്തോഷമാണ് എന്നുള്ളതാണ്. മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. ഇന്നേ ദിവസത്തെ ഒരു എനർജി നിങ്ങളുടെ ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറെ കാര്യങ്ങളിൽ തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. നിങ്ങൾ ചില കാര്യങ്ങൾ, ഒളിഞ്ഞിരുന്ന കുറെ കാര്യങ്ങൾ, നിങ്ങൾ അറിയേണ്ടാതെ മറ്റുള്ളവർ മറച്ചു വെച്ചിരുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ കുറെ കാലം കൊണ്ട് തിരക്കിയിരുന്ന കാര്യമായിരിക്കും. ഇത് ഒരു സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നതായിരിക്കാം. പക്ഷേ അത് നിങ്ങൾ മറക്കപ്പെട്ടിരുന്ന ഒരു കാര്യം, നിങ്ങൾ അറിയേണ്ടെന്ന് മറ്റുള്ളവർ വിചാരിച്ച ഒരു കാര്യം, എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരും. ആ ഒരു നീതി നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പം കോർട്ട് സംബന്ധമായ ഒരു കാര്യം മാത്രമായിരിക്കില്ല കേട്ടാ. ഇത് അപ്പോ ഈ ഒരു നീതി നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതാണ്. അപ്പൊ അത് ദൈവമായിട്ട് നിങ്ങളെ അറിയിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പൊ മനസ്സില് നിങ്ങൾ സോറി നിങ്ങളുടെ നല്ല പ്രവൃത്തിക്ക് ഫലമുണ്ട് എന്ന് നിങ്ങൾക്കൊരു വിശ്വാസവും കൂടി വരുന്നുണ്ട്. നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ട്. ഇത് ജഡ്ജ്മെന്റും ജസ്റ്റിസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ജഡ്ജ്മെന്റ് നടക്കുന്ന സമയമായിരിക്കും. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ചില ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകണം എന്നുള്ള പ്രാർത്ഥനയായിരിക്കാം. അതാണ് കൂടുതൽ കിട്ടുന്നത്. ചില ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നും ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഒരു ട്രാപ്പിൽ പോയതുപോലെ ഇരിക്കുന്നുണ്ടായിരിക്കാം. അതൊരു മെന്റൽ ട്രാപ്പിലായിരിക്കും കേട്ടോ. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ട്രാപ്പിലാക്കി വെച്ചിട്ടുള്ളതായിരിക്കില്ല. നിങ്ങൾ മാനസികമായി ഒരു ട്രാപ്പിൽ പെട്ടുപോയ പോലെ നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അതിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളെ ഈ ആവശ്യമില്ലാത്ത ഓർമ്മകൾ വന്ന് നിങ്ങളെ ഒന്ന് പുറകോട്ട് വലിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എപ്പോഴൊക്കെ ഇതിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആ സെയിം ടൈം നിങ്ങൾ അതിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതിനൊരു ഫലം തരുന്നു. ദൈവം അതിനൊരു ഫലം തരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ജഡ്ജ്മെന്റിൽ ഇതില് നിങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടുന്നത് എന്നാണ്.
അത് ഒരു റീബർത്ത് ആണ്, ഒരു പുനർജന്മമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് കണ്ടെത്താൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ്. മറ്റുള്ളവര് നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കായിട്ടൊരു സ്പേസ് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സ്പേസിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തമായിരിക്കാം. ആ ഒറ്റപ്പെടുത്തൽ ഈ സമയം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരുന്നു എന്നാണ് കാണുന്നത്. ഇതാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഒറ്റപ്പെടുത്തലാണ്. ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ഹെർമിറ്റ്, അതാണ് correct. അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ആണ് കിട്ടിയത്. ഹെർമിറ്റ് ആണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ആവശ്യമില്ലാത്ത കുറേയധികം കൂട്ടുകെട്ടുകളിൽ നിന്ന് നിങ്ങൾ മാറണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സൗഹൃദ വലയം കൊണ്ട് നിങ്ങൾക്ക് negatives അല്ലാതെ പലർക്കും positives ഒന്നും ഉണ്ടാകുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറണം എന്ന് നിങ്ങൾ വിചാരിച്ചാലും അതൊരു trap പോലെ നിങ്ങൾക്ക് മാറാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് നിങ്ങളുടെ growth നെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഒരു അനാവശ്യ കൂട്ടുകെട്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു self growth ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകണം എന്ന് ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത് നടക്കും എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ വെളിച്ചത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വെളിച്ചത്തിലേക്ക് നോക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഒരു യാത്രയിൽ നിങ്ങൾ അതിന് സഹായിക്കും എന്നാണ് കാണുന്നത് ട്ടോ. Ace of Pentacles ന്റെ energy ആണ്. നിങ്ങൾക്ക് ചിലർ ഒരു business start ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ past ൽ ചെയ്ത എന്തെങ്കിലും കാര്യത്തിനുള്ള ഒരു പൈസ കിട്ടുന്നുണ്ടായിരിക്കാം. പുതിയ ഒരു beginnings ഉണ്ട്. മണി സംബന്ധമായിട്ട് എന്തോ ഒരു കാര്യത്തിന് പുതിയൊരു കാര്യം നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലർ അത് ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ അതിലൊരു അല്ലെങ്കിൽ നേരത്തെ തുടങ്ങിയൊരു ബിസിനസ്സിന് വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാതിരിക്കുന്നു. നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതായില്ല. അതിനും ഒരു ജഡ്ജ്മെന്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു. നിങ്ങൾ എത്രയാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്തത്, അപ്പൊ നേരത്തെ അതിൽ ഗ്രോത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതിൽ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞാലോ, ഇനി ഇതിൽ ഇത്രയും സമയം ഒന്നും ചെലവാക്കണ്ട എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ നീതി കിട്ടി തുടങ്ങുന്നു. നിങ്ങൾ ചെയ്ത എഫേർട്ടിന് നിങ്ങൾക്ക് നീതി കിട്ടുന്നു. അതപ്പോ ടെമ്പറൻസ് ആണ്. അപ്പൊ ബാലൻസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിലൂടെ നിങ്ങൾക്ക് പൈസ കിട്ടും. അപ്പൊ അത് മനസ്സിലാക്കുക. Queen of Swords ന്റെ energy ആണ്. നിങ്ങൾ direction മാറ്റുന്നു. നിങ്ങൾ ഇതുവരെ പോയ വഴികളിലൂടെ അല്ല, ഒന്ന് വ്യത്യസ്തമായി ചിന്തിക്കാനും വ്യത്യസ്തമായി നടക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവരുടെ emotions മുഴുവൻ carry ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതൊന്നും എനിക്ക് ആവശ്യമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെട്ടിമാറ്റാനും നിങ്ങൾക്ക് പറ്റും. ഒരു relationship ആയാലും അത് cut off ചെയ്ത് കളയാൻ നിങ്ങൾക്ക് പറ്റും. ചില situations ആയാലും നിങ്ങൾക്ക് അത് handle ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെനിക്ക് പറ്റൂല, ഇതെങ്ങനെ ഞാൻ handle ചെയ്യും, അത് emotionally ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് attached ആയ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ അതിന്നൊക്കെ നിങ്ങളെ emotions ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ brain കൊണ്ട് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ തീരുമാനം എടുക്കും. നിങ്ങൾക്ക് emotions മാറ്റിയിട്ട് action എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം King of Swords ഉം Queen of Swords ഉം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ബാലൻസ് ആകുന്നുണ്ട്. King ഉം Queen ഉം ആവുമ്പോൾ നിങ്ങൾ നേരത്തെ ചിലപ്പോൾ ഇതിൽ ഈ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഇമോഷണലി നിങ്ങൾ കുറെ ശരിക്കും ഡൗൺ ആയി പോകും പെട്ടെന്ന്. അങ്ങനത്തതല്ല. ഇപ്പൊ നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് സ്വയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ബെനിഫിറ്റ് വേണം. ഇപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു കാര്യത്തിന് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരവസ്ഥ, നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും അതിനൊന്നും ഒരു മൂല്യവും കാണാത്ത ആ ഒരു ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് മാറണം. അതിൽ നിന്നാണ് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റും ജസ്റ്റിസും വേണമെന്ന് നിങ്ങൾ ചിന്തിച്ചത്. അപ്പൊ അതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന. ഞാൻ ചെയ്ത കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഫലം കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താലേ എന്റെ ഫ്യൂച്ചറിൽ എനിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ കിട്ടുന്നത് മൊത്തം അവർക്ക് വേണ്ടി സമയം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പൊ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. ഡയറക്ഷൻ മാറ്റുന്നു. നിങ്ങളുടെ ബ്രെയിൻ കുറച്ചുകൂടി ഒന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നു. ഇമോഷൻസ് ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ 8 of Wands ന്റെ എനർജി ആണ്. ട്രാവൽ ഉണ്ട്.
പലർക്കും ചിലപ്പോൾ ഓഫീസ് കാര്യങ്ങൾക്കായിരിക്കാം, ചിലർക്ക് എയർ ട്രാവൽ ആയിരിക്കാം. അപ്പൊ ട്രാവൽ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ന്യൂസ് ആണ് അത് വരുന്നു എന്ന് കാണുന്നുണ്ട്. നമുക്കിതിൽ കുറച്ച് ഇതെടുക്കാം. മെയ് മന്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് മെയ് മന്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കുമായിരിക്കാം. കാൻഡിലാണ് യു വിൽ ബി ഷോൺ ദ വേ, നിങ്ങളെ വഴികാട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വഴികാട്ടാൻ ആളുണ്ട്. അതാണ് ഈ ഒരു ജഡ്ജി ഹെർമിറ്റ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളെ വഴികാട്ടുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സോൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ നടക്കുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെ ആയാലും അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഓവർകം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കല്ലുണ്ടോ, മുള്ളുണ്ടോ, കുച്ചിലുണ്ടോ, ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നു ഈ ഒരു വെട്ടം. അപ്പൊ അങ്ങനെ കാണുന്നു. പിന്നെ പീകോക്ക് ആണ്, ബിവെയർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ മറ്റുള്ളവരെല്ലാവരും നമ്മളെ ഒരുപാട് അങ്ങ് പുകഴ്ത്തുമ്പം നമ്മൾ ആ പുകഴ്ത്തലിൽ അങ്ങ് വീണ് പോകരുത് എന്നുള്ളതാണ്. അതൊരു വലിയ മെസ്സേജ് ആണ് കേട്ടോ. കാരണം ഇന്ന് നല്ലത് പറയുന്ന ആൾക്കാര് നമ്മളെ ഒറ്റൊരു നിമിഷം കൊണ്ട് നമ്മളെ മോശം പറയാം. ചിലപ്പോ ഒരു കൂട്ടം ആൾക്കാര് ഒരു കാരണവും ഇല്ലാതെ നമ്മളെ കല്ലെറിയാം. ഈ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, ഒരു ദിവസം ഒറ്റൊരു നിമിഷം മതി നമുക്ക് ആ കുറേയധികം ആൾക്കാർ പിറകെ ഉണ്ടായിരുന്ന ഒരാളിനെ എടുത്ത് പുറത്തിടാൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. നമുക്ക് ഒരുപാട് അഭിമാനിക്കാനും സന്തോഷിക്കാനുമുള്ള സമയം വന്നാലും നമുക്ക് ഒരു പരിധിയിലപ്പുറം മറ്റുള്ളവരുടെ ആ ഒരു പ്രശംസ നമ്മൾ അങ്ങോട്ട് റിസീവ് ചെയ്യരുത് നമ്മളുടെ ഉള്ളിലോട്ട്. മറ്റുള്ളവർ പ്രശംസിക്കുന്നത് കേട്ടാണ് നമ്മൾ ഒരുപാട് ആഹ്ലാദിക്കുന്നതെങ്കിൽ ആ നിമിഷം നമ്മൾ മനസ്സിലാക്കുക, നെക്സ്റ്റ് മൊമെന്റിൽ ഇവർക്കിത് നോ പറഞ്ഞ് നമ്മളെ താഴെ ഇടാനും പറ്റും. അപ്പൊ അതുകൊണ്ട് വലിയ ഒരു കാര്യമാണ് അതെന്ന് മനസ്സിലാക്കരുത്. നമ്മൾ സ്വയം മനസ്സിലാക്കുക നമ്മൾ എന്താണെന്ന്. മറ്റുള്ളവരുടെ പ്രശംസയൊന്നും വലിയൊരു കാര്യമല്ല എന്നൊരു അങ്ങനത്തെ ഒരു തോട്ട് മനസ്സിൽ എപ്പോഴും കൊണ്ടുവരിക എന്നുള്ളതാണ്. സീ ഹോഴ്സ് ആണ് ഫാമിലി മാറ്റേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞത്, ഈ ജസ്റ്റിസും ജഡ്ജ്മെന്റും ഒക്കെ വന്നത്, അത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബപരമായ എന്തെങ്കിലും ഒരു കേസ് ആയിരിക്കാം. അത് ചിലപ്പോൾ ഡിവോഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. വൈനാണ് സീക്ക് ഔട്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് വിൽ ഹെൽപ്പ് യു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ ചിലപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ അറിയാനുള്ള കാര്യം ഇന്ന ദിവസം അറിയും. നിങ്ങൾ അത് എന്തോ ഒരു ന്യൂസ് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്, അത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്നുകൂടി ഒന്ന് കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ കേട്ടത് മാത്രം പോരാ, കുറച്ചുകൂടി ഒന്ന് ട്രൈ ചെയ്താൽ കുറച്ചുകൂടി വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാണ് കാണുന്നത്. മൗണ്ടൻ റോഡാണ്, നിങ്ങൾ സക്സസിലേക്കുള്ള റോഡിലും ആണെന്നുള്ളതാണ്. അപ്പൊ മൗണ്ടൻ റോഡ് അറിയാലോ, അത് കുറച്ച് ട്രബിൾ ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒത്തിരി റിസ്കി ആണത്. നമ്മൾ സ്ട്രൈറ്റ് റോഡ് പോലെ അല്ല, നമുക്ക് അറ്റം കാണാൻ പറ്റൂല. പക്ഷേ അതുപോലെ അല്ല മൗണ്ടൻ റോഡ് എന്ന് പറയുമ്പോൾ, ആ മൗണ്ടൻ മുകളിൽ എത്തുമ്പോൾ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ സക്സസിലോട്ടാണ് പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാര്യം, കുറച്ച് റിസ്കി ആണ് നിങ്ങളുടെ യാത്രയെങ്കിലും ആ ഒരു യാത്രയിൽ നിങ്ങൾ സക്സസ് ആകും എന്നാണ് കാണുന്നത്. നീഡിൽ ആൻഡ് ത്രെഡ് ആണ്. എ സിൻസിയർ വിഷ് വിൽ ബി ഗ്രാൻഡഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഒരു 8 of wands വന്നിട്ടുണ്ട്. ഇതൊരു ന്യൂസ് ആണ്. ആരെങ്കിലും നിങ്ങളെ വിളിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദിവസം നിങ്ങൾക്ക് അവരുടെ ഒരു മെസ്സേജോ വിളിയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ട്രാവൽ ചെയ്യാനുള്ള ഒരു പേപ്പർ കാത്തിരിക്കുന്നത്, നിങ്ങൾ കുറെ കാലം കൊണ്ട് നിങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുന്നെങ്കിൽ അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കുന്നു എന്നുള്ളതാണ്. മൂൺ കാർഡ് ആണ്. ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് ആണ്. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോ അത് വിശ്വസിക്കുക.
മൂൺ അറിയാലോ, അത് ഫുൾ മൂൺ ആവും, ന്യൂ മൂൺ ആവും. പിന്നെ അത് മൂൺ ആവുമ്പം ഓരോ ദിവസവും ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും. അപ്പോൾ അത് നമ്മൾ accept ചെയ്യുക, നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നമ്മൾ accept ചെയ്യുക എന്നാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. ക്വയിലാണ്. നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാര് പണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പണ്ട് ജീവിച്ചിരുന്ന സ്ഥലത്തോ നിങ്ങൾ തിരിച്ചു പോകുന്നുണ്ടായിരിക്കാം. പഴയ സ്കൂളിൽ പോകുന്നുണ്ടായിരിക്കാം, എന്തെങ്കിലും ആവശ്യത്തിന് പഠിച്ച കോളേജിൽ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പണ്ട് ഏതെങ്കിലും സമയത്ത് നിങ്ങൾ യാത്ര പോയ ഏതെങ്കിലും സ്ഥലത്ത് ഒന്നുകൂടി വളരെ ആഗ്രഹിച്ചിടത്ത് ഒന്നുകൂടി പോകുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ എന്തായാലും യാത്ര ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇന്നേ ദിവസം. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം.